എല്ലാ മുഅ്മിനുകളെയും അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനികളെ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പുകളെക്കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ നിരന്തരമായി പല പ്രാവശ്യം നമ്മോട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും ലോകത്ത് എന്തൊക്കെയുണ്ടോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി ലോകത്തുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ഇരട്ടകളെ ഇണകളെ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എല്ലാം ഇണകളാണ്. ആണുണ്ടെങ്കിൽ അവിടെ ഒരു പെണ്ണുണ്ടാവും, അതേപോലെ കറുപ്പുണ്ടെങ്കിൽ വെളുപ്പുണ്ടാവും. അങ്ങനെ എന്തുമാവട്ടെ, എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ഇണകളാക്കിക്കൊണ്ടാണ് ലോകത്തുള്ള ജീവനുള്ളതും അല്ലാത്തതുമായ വസ്തുക്കളെ അടക്കം അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഒരു വിഭാഗമാണ് മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മൾ പുരുഷന്മാരെന്ന് പറയുന്നവർ. ഇതിൻ്റെ കൂടെ അല്ലാഹു തആല പടച്ച മറ്റൊരു വിഭാഗമാണ് സ്ത്രീകളെന്ന് പറയുന്നവർ. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും എന്ന് പറയുന്ന ഈ സംവിധാനം അല്ലാഹു തആല പടച്ചത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. നിങ്ങൾക്ക് അല്ലാഹു തആല ഇണയായിട്ട് ഒരു പെണ്ണിനെ അല്ലെങ്കിൽ പെണ്ണിന് ഇണയായിട്ട് ഒരാണിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് മനസമാധാനത്തോടു കൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനും പ്രയാസങ്ങളിൽ നിന്ന് താങ്ങും തണലുമാകാനുമാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയും. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ആണ് പെണ്ണിനേക്കാളോ പെണ്ണ് ആണിനേക്കാളോ, അല്ലെങ്കിൽ ആണിൻ്റെ ദൗത്യം പെണ്ണിനെ കൊണ്ടോ പെണ്ണിൻ്റെ ഉത്തരവാദിത്തം ആണിനെ കൊണ്ടോ നിർവഹിക്കാൻ സാധ്യമല്ലാത്ത വിധം വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും നൽകിക്കൊണ്ടാണ് അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെണ്ണെന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാഉ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് രണ്ട് സാധനങ്ങളാണ് എനിക്ക് പ്രിയപ്പെട്ടതാക്കപ്പെട്ടത്. എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളത് രണ്ട് സാധനങ്ങളാണ്. ഒന്നാമത്തെ അത്തീബു, സുഗന്ധം. രണ്ടാമതായി വന്നിസാഉ, സ്ത്രീയുമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹിക്കപ്പെടാൻ മാത്രം, ഇഷ്ടപ്പെടാൻ മാത്രം എന്തൊക്കെയോ ഗുണങ്ങളുള്ള ഒരു സാധനമായി കൊണ്ടാണ് അല്ലാഹു തആല സ്ത്രീയെ സംവിധാനിച്ചത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ എല്ലാ ഭാവങ്ങളിലും അല്ലാഹു തആല വലിയ പോരിഷകളും ശ്രേഷ്ഠതകളും അല്ലാഹുവിൻ്റെ റസൂലും പരിശുദ്ധ ഇസ്ലാമും പഠിപ്പിക്കുന്നത്. അവിടെ ഒരു മകളായിരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ തക്റഹുൽ ബനാത്ത്, നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കരുത്, ആമക്കൾ ഉണ്ടാവണം, പെൺമക്കളാവരുത് എന്ന് പെൺകുട്ടികളെ നിങ്ങൾ വെറുക്കരുത്. ഫഇന്നഹുന്നൽ മൂനിസാത്തുൽ ഖാലിയാത്ത്, ആ പെൺകുട്ടികളാണ് നിങ്ങളുടെ കുടുംബത്തിൽ നേരെപ്പോക്കുണ്ടാക്കുന്നതും നിങ്ങൾക്ക് മനസമാധാനം നൽകുന്നതും വീട്ടിന് ഐശ്വര്യമായി വരുന്നതും ആ പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ വെറുക്കരുത്, അവരെ ഇഷ്ടപ്പെടാതിരിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് പെൺകുട്ടികൾക്കുള്ള പ്രത്യേകതയാണ്. അവർക്ക് ഒരുപാട് ഗുണങ്ങൾ നീട്ടി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകർ മകൾ എന്ന നിലയ്ക്ക് ആ പെൺകുട്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി അവൾ ഒരാളുടെ ഭാര്യയായി മാറുമ്പോഴോ മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാ ഖൈറൻ ലഹു മിൻ സൗജത്തിൻ സ്വാലിഹ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തഖ്വയുള്ള ഒരു മനുഷ്യന് അല്ലാഹു തആല ഭൂമിയിൽ നൽകാവുന്ന ഏറ്റവും ഖൈറായ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം സൗജത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയായി ലഭിക്കുക എന്നതാണ് ഒരാൾക്ക് കിട്ടാവുന്ന, മുത്തക്കിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗുണങ്ങളെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി ആ ഭാര്യ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ഭാവമായ ഉമ്മ എന്ന ഭാവത്തിലേക്ക് ചെല്ലുമ്പോഴോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ആ മാതാവിൻ്റെ കാൽക്കീഴിലാണ്. ആ മാതാവ് എങ്ങനെയാണോ, ആർക്കാണോ സ്വർഗം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് സ്വർഗം എന്നിടത്തോളം അല്ലാഹു തആല ആ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.
അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ പാതികളായി അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീകൾ. എന്നാൽ ഈ സ്ത്രീ തന്നെ ഏറ്റവും നല്ല സാധനം ചീഞ്ഞാൽ കുറച്ച് അപകടകരമാണ്. ഏറ്റവും നാറ്റം ഏത് ജീവികൾ ചത്താലും നാറ്റമുണ്ടാവും, പിറ്റേന്നേക്ക് നാറും. പക്ഷെ മനുഷ്യൻ മരിച്ചാൽ അങ്ങനെയല്ലല്ലോ. മനുഷ്യന്റെ നാറ്റം ഗുരുതരമായ നാറ്റമാണ്, അസഹ്യമായ നാറ്റമാണ്. സ്വന്തം കുടുംബക്കാർക്ക് പോലും സഹിക്കാത്ത നാറ്റമാണ് മനുഷ്യൻ ഒരു ദിവസമോ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ. ഞാൻ വെറുതെ പറയുന്നതല്ല, അനുഭവിച്ചത് കൊണ്ട് പറയാ. മലപ്പുറത്ത് നിന്ന് ആലുവ വരെ 3 ദിവസം പഴക്കമുള്ള ഒരു മയ്യത്തുമായിട്ട് പോകേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ നിലയിൽ മനുഷ്യൻ ചീഞ്ഞാല് ഏറ്റവും ചീഞ്ഞതായിട്ട് മനുഷ്യന്മാര് മാറും. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാ. അള്ളാന്റെ റസൂല് പറയുന്നത് കാണാം, കൈഫ ബിക്കും അയ്യുഹന്നാസു, ജനങ്ങളെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാ ത്വഗാ നിസാഉക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ തമ്മാടിച്ചികളാവുകയും പെണ്ണുങ്ങൾ ധിക്കാരിച്ചികളാകുകയും ഫസക്ക ഫിത്തിയാലുക്കും, നിങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ തെമ്മാടികളാകുകയും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ലോകത്തിന്റെ അവസ്ഥ എന്താവും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിക്കുന്നുണ്ട് സഹാബത്തിനോട്. സ്ത്രീകൾ മോശമാകുക, അവർ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാതെ, അള്ളാഹു നിശ്ചയിച്ച പരിധികളും പരിമിതികളും പാലിക്കാതെ താങ്കോന്നികളായി ജീവിക്കാൻ തുടങ്ങുക. അതേപോലെ ചെറുപ്പക്കാര് തമ്മാടികളുമായി തീർന്നാൽ എങ്ങനെ ഉണ്ടാവും ലോകം എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ സഹാബത്ത് ചോദിച്ചു, ഇന്ന ഹാദാല കായിനുൻ, അങ്ങനെ സംഭവിക്കുമോ പ്രവാചകരെ? അങ്ങനെ ഉണ്ടാവുമോ? നമ്മുടെ പെണ്ണുങ്ങൾ അനുസരണയില്ലാത്തവരും തമ്മാടികളുമായി മാറുമോ? അതേപോലെ പുരുഷന്മാര് തമ്മാടികളായി മാറുമോ പ്രവാചകരെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, കാലവ അശദ്ദു മിൻഹു, ഞാൻ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നല്ല, അശദ്ദു മിൻഹു, അതിനേക്കാളൊക്കെ ഗുരുതരമായ, അതിനേക്കാളൊക്കെ കഠിനമായ, അതിനേക്കാളൊക്കെ ചീഞ്ഞ ഒരുപാട് അവസ്ഥകൾ ഈ സമുദായത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇമാം തൊബ്രാനിയും അബൂ യഅലയും ഒക്കെ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എത്രയോ ഗുരുതരമാണ്, എത്രയോ പ്രയാസരഹിതമാണ്. ഇന്ന് പുതിയൊരു വിവാദം ഞാൻ കാണാനിടയായി. നിങ്ങളപ്പോ കണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നിപ്പോ ഒരു പുതിയ വിവാദം, പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റ് താരം സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് കൊണ്ടാണ് വിവാഹമോചനം അധികരിച്ചത് എന്ന് പറഞ്ഞു. സത്യമല്ലേ? നമ്മുടെ അനുഭവമാണല്ലോ ഇപ്പം അത്. ഓരോന്നും പറയേണ്ട ആവശ്യമൊന്നും ഞമ്മക്കില്ലല്ലോ. ഭർത്താവിന്റെ വരുമാനമില്ലാതെ ജീവിക്കാനെന്ന തോന്നൽ വന്നാൽ പിന്നെ ആ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ അത് വിവാദ പ്രസ്താവന നടത്തിയെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വായിച്ചത്. എന്ത് വിവാദയിലുള്ളത്? ഒരു യാഥാർത്ഥ്യം, അനുഭവിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം ആരെങ്കിലും പറഞ്ഞാൽ അത് വിവാദമായി മാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ലോകത്ത് കാണുന്നതാണ്, പല കുടുംബങ്ങളിലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഏതായാലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഖ്വഫുമാ അഖാഫു അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ 2 കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് പേടിയുള്ളത്. ഒന്ന് അൻ-നിസാഉ, അത് സ്ത്രീകളാണ്. രണ്ടാമത്തത് വൽ ഖംറു, മദ്യവുമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഹരിയും പെണ്ണുങ്ങളും. ഈ 2 ലഹരി, ഇത് വലിയ മുസീബത്താണ്. ഇത് ചീഞ്ഞാൽ നന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്, പക്ഷെ ചീഞ്ഞാൽ അത് ഏറ്റവും അപകടകരമാണ് ഈ പെണ്ണെന്ന് പറയുന്ന സാധനം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് കാണാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, യഅതി അലന്നാസി സമാനു, എന്റെ സമുദായത്തിൽ ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ഹിമ്മത്തുഹും ബുത്തൂലുഹും, ആളുകളുടെ ലക്ഷ്യം പള്ള മാത്രമാകുന്ന ഒരു കാലം. ഹറാമും ഹലാലും പ്രശ്നമല്ല, അനുവദനീയമായതാണോ അല്ലാത്തതാണോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വിശപ്പ് മാറണം, എനിക്ക് തിന്നാൻ കിട്ടണം, എനിക്ക് പണം ഉണ്ടാക്കണം എന്ന ചിന്ത മാത്രം ജനങ്ങളുടെ പ്രധാന ലക്ഷ്യം പള്ളയായി മാറുന്ന, ഒരു വയറായി മാറുന്ന ഒരു കാലം വരും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വശറഫുഹും, അവരുടെ ശ്രേഷ്ഠത, അവരുടെ മഹത്വത്തിന്റെ ശ്രേഷ്ഠതയുടെ മാനദണ്ഡമായിട്ട് അവര് അളക്കാൻ പോകുന്നത് മത്താവുഹും, അവരുടെ വീട്ടിലെ സാധനങ്ങളാണ്. വീട്ടിൽ ഫ്രിഡ്ജുണ്ടോ, TV ഉണ്ടോ, AC ഉണ്ടോ, മിക്സി ഉണ്ടോ, വേറെ വല്ലതും എന്തൊക്കെയാണ് കിട്ടാവുന്നതൊക്കെ വാങ്ങിക്കൂട്ടുക. വേണോ വേണ്ടയോ, ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അടുത്ത വീട്ടിലുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിലും വേണം. മൂത്തച്ഛൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇളയച്ഛൻ്റെ വീട്ടിൽ വേണം. കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിലും വേണം. എന്തിനാ ഈ സാധനം? ഇത് ഈ വീട്ടിൽ ഉപകാരമുള്ളതാണോ, അത് വെക്കാൻ സ്ഥലമുണ്ടോ ഈ വീട്ടിൽ എന്ന് പോലും ചിന്തിക്കാതെ വാങ്ങിക്കൂട്ടലാണ്.
അങ്ങനത്തെ ഒരു കാലം വരും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ധരിക്കാനുള്ള വസ്ത്രങ്ങളല്ല, 10 കൊല്ലമല്ല 100 കൊല്ലം ധരിച്ചാലും ധരിക്കാത്ത നശിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് വാങ്ങിക്കൂട്ടുന്നത്. അതേപോലെ വീട്ടിലേക്ക് വാങ്ങുന്ന ഉപകരണങ്ങൾ വേണ്ടതും വേണ്ടാത്തതും വാങ്ങിക്കൂട്ടുന്ന ഒരു കാലം വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വദീനുഹും, അവരുടെ മതം, ദനാനീറുഹും വദറാഹിമുഹും, അവരുടെ പൊന്നിന്റെയും വെള്ളിയുടെയും നാണയങ്ങളാണ് അവരുടെ ദീന്. പണമാണ് വലുത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈസാ നബിയേക്കാൾ മൂസാ നബിയേക്കാൾ വലുത് പൈസാ നബിയാണ്. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന ചിന്തയ്ക്കപ്പുറം വേറെ ഒരു ചിന്തയുമില്ല. അതാണ് അവരുടെ മതം. അതിനുവേണ്ടി കാഫിറാകാനും അതിനുവേണ്ടി നിരീശ്വരവാദിയാകാനും അതിനുവേണ്ടി ഇസ്ലാം വർജിക്കാനും ഒക്കെ അവർ തയ്യാറാകുന്ന ഒരു കാലം വരും. ഖിബ്ലത്തുഹും, അവരുടെ ഖിബ്ല, അവരുടെ ലക്ഷ്യം, അവരുടെ ഉദ്ദേശം, നിസാഉഹും, പെണ്ണുങ്ങളായിരിക്കും. ആ കാലഘട്ടത്തിൽ അവരുടെ ലക്ഷ്യം പെണ്ണാണ്. ആ പെണ്ണിന് വേണ്ടി എന്ത് ചെയ്യുക, അത് നേടാൻ വേണ്ടി എത്രമാത്രം തരം താഴാൻ പറ്റുമോ അത്ര തരം താഴ്ന്നാലും ഒരു പ്രശ്നവുമല്ലാത്ത വിധം മനുഷ്യന്മാർ അധപ്പതിച്ചു പോകുന്ന ഒരു കാലം വരും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചങ്ങമ്പുഴ പാടിയതുപോലെ, നാരികൾ നാരികൾ ലോകനാശത്തിന്റെ നാരായ വേരുകൾ, നാരദീയ അഗ്നികൾ, പെണ്ണെന്നൊരെണ്ണത്തിനെ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ നിർണയം പണ്ടേ ലോകം സ്വർഗമായി കഴിഞ്ഞേനെ എന്ന് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്. അതും സ്ത്രീവിരുദ്ധ പരാമർശമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വാക്ക് ചങ്ങമ്പുഴയുടേതാണ്, എൻ്റെ അല്ല, അദ്ദേഹം പാടിയ വാക്കാണ്. അത്ര മോശമായിട്ട് പെണ്ണിനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ആയതുകൊണ്ടാണ്. ആരായി ചങ്ങമ്പുഴ എന്ന് ചരിത്രം പഠിച്ചവർക്കും അദ്ദേഹത്തെ പറ്റി പഠിച്ചവർക്കും അറിയാം. 2 ഉറുപ്പിക കിട്ടിയാൽ അതുകൊണ്ട് വേശ്യനെ അന്വേഷിച്ചു പോണ ആളായി ചങ്ങമ്പുഴ. അല്ലാതെ സ്വാലിഹായി ജീവിച്ചൊരു മനുഷ്യനൊന്നും അല്ല. അങ്ങനത്തെ ചങ്ങമ്പുഴ പോലും അങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. അത്രമാത്രം മോശമായ ഒരവസ്ഥയിലേക്ക് എത്തും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉലായിക്ക, അങ്ങനത്തെ ഒരു കാലം വരുമ്പോ അക്കൂട്ടര് ഷിറാറുൽ ഖൽഖി, അവരാണ് പ്രപഞ്ചത്തിലെ ഭൂമി ലോകത്തെ ഏറ്റവും വടക്കായ ഏറ്റവും മോശക്കാരായ സമൂഹം. അവരായിരിക്കും ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഓഹരിയുമില്ല. ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാം ദൈലമി ഉദ്ധരിച്ചതായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ നിലയിൽ പലവിധ പരീക്ഷണങ്ങളാണ്. അതിലൊരു പരീക്ഷണമാണിത്. അല്ലാഹു തആല ഈ സമൂഹത്തെ പരീക്ഷിക്കുന്ന ഒരു രൂപമാണിത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നത് കാണാം, ഉബ്തുലിത്തും ബിഫിത്നത്തിൽ ദറായി, നിങ്ങളെ അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് പരീക്ഷിച്ചു. പലവിധ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടായി. എന്തൊക്കെ പരീക്ഷണം ഉണ്ടായപ്പോഴും നിങ്ങൾ പട്ടിണി കിടന്നിട്ടും മറ്റു രൂപത്തിലും എങ്ങനെയൊക്കെയോ നിങ്ങൾ ജീവിച്ചു വന്നു. സ്വബർത്തും, അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമിച്ചു. അതൊക്കെ നേരിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അത്തരം പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടു. പക്ഷേ ആ വിഷമങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ക്ഷമിച്ചു. എന്നാൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫിത്ന സന്തോഷം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. അനുഗ്രഹങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. അല്ലാഹു തആല പലവിധ അനുഗ്രഹങ്ങൾ, ഉടുക്കാൻ ഉടുതുണിയില്ലാത്ത, കാലുകെടാനൊരു ചെരുപ്പില്ലാത്ത, ഇരിക്കാനൊരു വീടില്ലാത്ത, വെയിലും മഴയും കൊള്ളാതെ കടന്നുറങ്ങാൻ ഒരു ചാളയില്ലാത്ത സമൂഹമായിരുന്ന നമുക്ക് അല്ലാഹു തആല സമ്പത്ത് അങ്ങ് ഒരുക്കി തന്നു. സമ്പത്തിന്റെ വാതിലുകൾ തുറന്നു തന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്തിന്റെ അടയാളമായിട്ട് റസൂലുള്ള പറഞ്ഞ ഹദീസിൽ കാണാം, അൻതറൽ ഹുഫാത്തൽ ഉറാത്ത, കാലിൽ ചെരുപ്പില്ലാതെ ജീവിച്ച, അൽ ഉറാത്ത, നഗ്നപാതരായി ജീവിച്ച ആളുകള്, അൽ ഉറാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത നഗ്നന്മാരായി ജീവിച്ച ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ യതതാവലൂന ഫിൽ ബുനിയാൻ, അവരവരുടെ വീടുകൾ, കെട്ടിടങ്ങൾ നീട്ടിയെടുക്കുന്ന ഒരു കാലം വരിക. അത് ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ശരിയല്ലേ? ഇപ്പോ നമ്മൾ ഒരു വീട് കയറ്റി, ആ വീടായിരുന്നു നമ്മുടെ സ്വപ്നം. ഒരുപാട് കാലത്ത് സ്വപ്ന വീട് കയറ്റി കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്രണ്ടിലേക്ക് ഒരു എടുപ്പ് വേറെ, എന്നിട്ട് അതിന്റെ വലതുഭാഗത്ത് ഒരു എടുപ്പ് വേറെ, പിന്നെ കുറച്ചും കൂടി പൈസ കിട്ടിയപ്പോൾ ഇടതുഭാഗത്തൊന്ന് വേറെ, നീട്ടി അങ്ങനെ പോവുക. അതിന്റെ പുറമെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങുക. ഇതാണ് ഖിയാമത്തിന്റെ അടയാളം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണത്. ഏതായാലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഫിത്നത്തിൻ നിസാ, അപ്പോഴാണ് പെണ്ണുങ്ങളുടെ നാശം.
അവരെ കൊണ്ടുള്ള പരീക്ഷണം, സ്ത്രീകളെ കൊണ്ടുള്ള നാശം, കുടുംബങ്ങളെ ചീത്തയാക്കുക. ഇതാ തസബ്ബർന ദഹബ വൽ ഫില്ല, അവർ വെള്ളി ആഭരണങ്ങളും പൊന്നിന്റെ ആഭരണങ്ങളും ഒക്കെ അവർ ധരിക്കുകയും ലബിസിന റിബാത്ത ഷാമി, വിദേശ നാടുകളിൽ നിന്ന് ഷാമ്, യമൻ, യമന് അതേപോലെയുള്ള ഷാമ് പോലെയുള്ള ഫോറിൻ നാടുകളിൽ നിന്ന്, വിദേശ നാടുകളിൽ നിന്നുള്ള വസ്ത്രങ്ങളും വിദേശ നാടുകളിൽ നിന്നുള്ള അലങ്കാരങ്ങളും ആ പെണ്ണുങ്ങൾ ധരിക്കാൻ തുടങ്ങിയാൽ അതൊരു ഫിത്നയായി മാറുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് സഹിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അത് തടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ നിലയിലുള്ള ബലായ മുസീബത്തുകൾ ഈ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ വരുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, രണ്ട് കൂട്ടക്കാർ നരകാവകാശികളാണ്. ലം അറഹുമാ ബഅദു, ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയും, എൻ്റെ കാലത്ത് അവരില്ല. എൻ്റെ കാലത്തില്ലാത്ത പുതിയ രണ്ട് വിഭാഗം ആളുകൾ വരാൻ പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് നരകത്തിൽ കടക്കാൻ വേണ്ടി മാത്രം അള്ളാഹു പടച്ച വിഭാഗമാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു വിഭാഗമാണ് റസൂലുള്ള പറയാ. എന്താ രണ്ട് വിഭാഗം? കൗമൻ, ഒരു വിഭാഗം, മഅഹും, ഒരു സംഘം, മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ, നിരപരാധികളായ ആളുകളെ പശുവിന്റെ വാല് പോലുള്ള ആ ചാട്ടവാറുകളും വടികളൊക്കെ കൊണ്ട് നിരപരാധികളായ ആളുകളെ തല്ലിച്ചതയ്ക്കുന്ന ഒരു വിഭാഗം, നമ്മുടെ സംഘികളെയൊക്കെ പോലെ, ഉത്തരേന്ത്യയിലെ യുപിയിലെ സംഘികളെയൊക്കെ പോലെയുള്ള ഒരു വിഭാഗം, നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്ന കുറെ തമ്മാടികളായ സംഘികളെ പോലെയുള്ള കുറെ ആളുകൾ പുറപ്പെടും. അവർ നരകത്തിൽ കടക്കാൻ വേണ്ടി അള്ളാഹു പടച്ചൊരു വിഭാഗമാണ്. വീണ്ടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മറ്റൊരു വിഭാഗം വനിസാഉൻ, വേറെ കുറെ പെണ്ണുങ്ങളുമാണ്. എന്താണ് ആ പെണ്ണുങ്ങളുടെ പ്രത്യേകത? കാസിയാത്തുൻ, അവരൊക്കെ വസ്ത്രം ധരിച്ചവരാണ്, വസ്ത്രമില്ലാത്തവരല്ല, വസ്ത്രം ധരിച്ചവരാണ് അവർ. പക്ഷേ ആ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ആരിയാത്തുൻ, അവർ നഗ്നകളാണ്. എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിൽ കാണപ്പെടേണ്ടത് അത് മുഴുവൻ ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കുക. മറക്കേണ്ടത് മുഴുവൻ പ്രകടിപ്പിക്കാനാണ് അവർ വസ്ത്രം ധരിക്കുന്നത്, മറയ്ക്കാൻ വേണ്ടിയല്ല, അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. കാസി മുമീലാത്തുൻ, അവരവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നവരാണ്, ചായിപ്പിക്കുന്നവരാണ്. മായിലാത്തുൻ, അവർ സ്വയം അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് വഴുതി മാറിപ്പോയവരുമാണ്, അതൊന്നും പാലിക്കാത്തവരും ശീലിക്കാത്തവരുമാണ്. അങ്ങനത്തെ കുറെ പെണ്ണുങ്ങള് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. ആ വിഭാഗം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അടയാളം കൂടി പറയുന്നു, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഹ്തിൽ മായില, അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ, പൊങ്ങി നിൽക്കുന്ന പൂഞ്ഞ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു കിടക്കുന്നത് പോലെ അവരുടെ മുടിക്കെട്ടുകൾ മുകളിൽ കെട്ടിയിട്ടിട്ട് ചരിച്ചിട്ടുണ്ടാവും. അതൊരു അടയാളമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ലാ യദ്ഖുൽനൽ ജന്ന, അത്തരം പെണ്ണുങ്ങള് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല, വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതിന്റെ വാസനയാവട്ടെ 50,000 വർഷം വഴി ദൂരമുള്ള പ്രദേശത്തേക്ക് അടിച്ചു വീശുന്ന വാസനയാണ് സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത്. അതുപോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് ആ നിലയിൽ നമ്മുടെ സ്ത്രീകൾ അധപ്പതിക്കുന്നു. ഭർത്താക്കന്മാരും മാതാപിതാക്കളും യാതൊരു നിയന്ത്രണവും അതിൽ ഏർപ്പെടുത്തുന്നില്ല, അതിലവർ ഇടപെടാൻ തയ്യാറാകുന്നില്ല. അതിന്റെ ഫലമോ എവിടെയും സ്ത്രീപീഡന വാർത്തകളാ. 4 വർഷത്തിനിടയിൽ 21,231 സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടന്നുവെന്നാണ് പറയുന്നത്. 1966 ബലാത്സംഗങ്ങളും നടന്നുവത്രേ. നമ്മുടെ രാജ്യത്തെ അവസ്ഥയായി, നമ്മുടെ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ അവസ്ഥയായി പറയുന്നത്. ഒരു കൊല്ലം 21,000-ലധികം പെണ്ണുങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. എന്താ അതിന് കാരണം? നമുക്ക് ആലോചിച്ചറിയാം. ഇന്നലെയോ മിനിഞ്ഞാന്നോ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ അവളെ ബസ്സിൽ വെച്ചിട്ട് ഒരാൾ എന്തൊക്കെയോ കാട്ടി, ഞാൻ ഒച്ചയിൽ പ്രതികരിച്ചു, എന്നിട്ടും ബസ്സിലുള്ളവരാരും ഒന്ന് ഇടപെടാനോ എന്നോട് ഒന്ന് ആശ്വസിപ്പിക്കാനോ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ തയ്യാറായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് നിലവിളിക്കുന്ന കരയുന്ന ഒരു വീഡിയോ ഞാനും കാണുകയുണ്ടായി. പെണ്ണിൻ്റെ മുഖം കാണുന്നില്ലെങ്കിലും ബാക്കിയൊക്കെ കാണുന്നുണ്ട്. അവളൊന്നും മറച്ചിട്ടില്ല.
അവളുടെ ബാക്കിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ആരാ ഇടപെടുക അവളുടെ കേസിൽ? ആദ്യം അവൾ മര്യാദക്കാരിയാണെന്ന് അവളെ തെളിയിക്കണം. അത് അവളുടെ വസ്ത്രം തെളിയിക്കുന്നുണ്ട് അവളെ നിലവലാതിയാണെന്ന്. പിന്നെ ആര് നോണ്ടി ആര് തൊട്ടു എന്നും പറഞ്ഞിട്ട് അതിനൊക്കെ അവള് നിലവിളിട്ട് ആരാ അവളുടെ ഒപ്പം കൂടാ? ഡ്രൈവർ സഹകരിച്ചില്ല, കണ്ടക്ടർ തിരിഞ്ഞോക്കിയില്ല, ബസ്സിലുള്ളവരാരും എന്നെ ഒന്ന് പരിഗണിച്ചില്ല, ഞാൻ വളരെ ഒച്ചട്ട് നോക്കി, എന്നിട്ട് ആരും എൻ്റെ ഒപ്പം കൂടൂല. കാരണം വസ്ത്രധാരണ ആ നിലയിലായിപ്പോയി. ഇന്നത്തെ സ്ത്രീകളുടെ നിലവാരം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ കാസിയാത്തുൻ ആലിയാത്തുൻ, വസ്ത്രം ധരിച്ചവരാണ്, പക്ഷെ മറക്കേണ്ടതൊന്നും അവര് മറച്ചിട്ടില്ല. ഇത് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമായ ഒരു കാര്യമല്ല. നമ്മുടെ സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്ന ഒന്ന് നമുക്ക് വേറെ തന്നെയുണ്ട്. അത് പാലിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെ ബാധ്യതയാണ്. അല്ലാഹ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹൻ നബിയു, ഏ നബിയേ, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന, താങ്കളുടെ ഭാര്യമാരോടും തങ്ങളുടെ പെൺമക്കളോടും അതേപോലെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക നബിയെ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമക്കനകൾ, അവരുടെ തലമറച്ച വസ്ത്രം അവരുടെ മുൻഭാഗത്ത് താത്തിയിട്ടുകൊണ്ട് അവരുടെ ശരീരത്തിലെ മാംസളമായ ആകർഷണീയമായ ഭാഗങ്ങളൊക്കെ അവർ മറച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് കാണാം. അങ്ങനെ ഒരു പെണ്ണ് വസ്ത്രം ധരിച്ചാൽ ഖുർആൻ പറയാ അവരറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്താ അറിയപ്പെടാനുള്ളത്? അവൾ അലവലാതിയല്ല എന്നറിയാൻ. മറച്ച പെണ്ണിനെ കുറിച്ച് അവൾ അലവലാതിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവളെ വളയ്ക്കാൻ കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് അവരെ അറിയപ്പെടാൻ അവരെ തറവാടിത്തമുള്ളവളാണ്, അവൾ അല്ലാഹുവിന്റെ ദീനിൽ വഴിപ്പെടുന്നവളാണ്, അവൾ അലവലാതിയല്ലെന്ന് അറിയപ്പെടാൻ വേണ്ടി അവൾ അങ്ങനെ വസ്ത്രം ധരിക്കട്ടെ. അങ്ങനെ വന്നാൽ ഒരു പെണ്ണിനെയും ആക്രമിക്കപ്പെടുകയില്ല, ഒരു പെണ്ണിനെയും ആ നിലയിൽ ഒരാൾ നോക്കുന്ന ഒരവസ്ഥ വരില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, 4 കൂട്ടം പെണ്ണുങ്ങൾ ഫിന്നാർ, നരകത്തിലാണ്, അവർക്ക് നരകം നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒന്നാമതായി എണ്ണിയത് ഇംറാത്തുൻ ലാ തസ്തുറു നഫ്സഹാ അനിൽ റിജാൽ, ഒരു പെണ്ണ് അവൾ അവളുടെ ശരീരം അന്യപുരുഷന്മാരെ തൊട്ട് മറയ്ക്കാത്ത പെണ്ണാണ്. അവൾ അവളുടെ വീട്ടിൽ നിന്ന് തബറുജായി കൊണ്ട് പുറപ്പെടും. പരിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പറയുന്നത്, പരിശുദ്ധ ഖുർആൻ പെണ്ണുങ്ങളോട് പറയുന്നത്, മുസ്ലിം സ്ത്രീകളോട് പറയുന്നത്, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ പ്രവർത്തന മേഖല നിങ്ങളുടെ വീടുകളാണ്. നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവരാണ്. നിങ്ങൾ അന്തഃപുരവാസികളാണ്. ഖുർആന്റെ ശൈലി നമ്മൾ കേട്ടിട്ടില്ലേ? അന്തർജന സ്ത്രീകൾ എന്ന് പറയും. EMSന്റെ ഭാര്യ രാഷ്ട്രീയ രംഗത്ത് ആരും കണ്ടിട്ടില്ല, ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ടാ? വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടാ? തറവാടിത്തമില്ലാഞ്ഞിട്ടാ? അല്ല, അതാണ് തറവാടിത്തം. ആ തറവാടിത്തമുള്ള പെണ്ണ് അന്തഃപുരവാസിയാണ്, അന്തർജനമാണ്. അതുകൊണ്ട് തന്നെ വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ തറവാടിത്തമുള്ള പെണ്ണുങ്ങളാണ്. നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരികയാണെങ്കിൽ തന്നെ പല തബറുജൽ ജാഹിലിയത്തുൽ ഊല, നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങാം. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ജാഹിലിയ കാലത്തെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ചന്തം കാട്ടി പുറത്തിറങ്ങരുത്. എന്താണ് ഈ തബറുജ്? മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം, ഹുവ ഇദാ അറാദത്തിൽ ഖുറൂജ മിൻ ബൈതിഹ, ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചപ്പോ ലബിസത്ത് അഫ്ഖറ സിയാബിഹ, അവളുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും പത്രാസുള്ള വസ്ത്രം, ഏറ്റവും ആകർഷണീയമായ വസ്ത്രം അതെടുത്ത് ധരിച്ചിട്ട് ജമ്മലത്ത് നിലക്കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് അവരുടെ സൗന്ദര്യം തല മുതൽ അടിവരെ പൂർണ്ണമായും എല്ലാം ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നതാണ് തബറുജ് എന്ന് നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഖുർആൻ പറയുന്നു, ആ നിലയിൽ വലാ തബറുജിന, പെണ്ണുങ്ങളെ നിങ്ങൾ പുറത്തിറങ്ങരുത്. അഥവാ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സുരക്ഷിതമായ സ്ഥലം. ആ വീടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സുരക്ഷിതമാണ്. അവിടെ നിങ്ങൾ ആക്രമിക്കപ്പെടില്ല, അവിടെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടില്ല. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നാൽ ഫല്യഖ്റുജ്ന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾക്ക് പുറത്തിറങ്ങാം. പക്ഷേ വഹുന്ന തഫ്ലാത്ത്, ആ പെണ്ണ് ധരിക്കുന്ന വസ്ത്രം
ഏറ്റവും നുരുമ്പിയ വസ്ത്രമായിരിക്കണം, ഏറ്റവും പുതിയതല്ല. ഏറ്റവും പഴയതാണ് അവൾ ധരിക്കേണ്ടത്, ഏറ്റവും പുതിയ വസ്ത്രമല്ല. ആരാണിത് പാലിക്കുന്നത്? എവിടെയാണിത് കാണുന്നത്? അപൂർവമായി മൂല്യന്മാരുടെ ഭാര്യമാർ പോലും അത് പാലിക്കപ്പെടുന്നത് കാണുന്നില്ല. എല്ലാവരും എല്ലാട്ടും ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു മൂല്യരുടെ ഭാര്യയെ. ഇപ്പൊ വിവാദമായിട്ട് CIC എന്നൊക്കെ സമസ്തി എന്നൊക്കെ പുറത്താക്കിയെന്ന് പറയുന്ന ഹക്കീം ഫൈസി ആദർശേരി, അള്ളാഹുത്തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ അത്യാവശ്യം കഴിവുള്ളയാളാണ്, പണക്കാരനാണ്, എല്ലാം സൗകര്യമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ പലപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ വരാറുണ്ട്. ഞാൻ പലപ്പോഴും ആ വസ്ത്രം കണ്ടിട്ടുണ്ട്. വളരെ നുരുമ്പിയ വെയിൽ കൊണ്ട് നരച്ച പർദ്ദയാണ് ഹക്കീം ഫൈസിന്റെ ഭാര്യ ഇടാറുള്ളത്. വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഏറ്റവും പുതിയതേ പെണ്ണുങ്ങൾ ഇടൂ, പഴയതിലേക്ക് അവർ തിരിഞ്ഞു നോക്കൂല. അള്ളാന്റെ റസൂല് പറഞ്ഞു വലിയ ഖുറുജ്ന, ആ പെണ്ണുങ്ങൾ പുറത്തു പോകുകയാണെങ്കിൽ ഏറ്റവും നുരുമ്പിയ വസ്ത്രം, ഏറ്റവും പഴയ വസ്ത്രം, ഏറ്റവും നരച്ച വസ്ത്രമാണ് ആ പെണ്ണ് ധരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനും എൻ്റെ ഭാര്യ ഫാത്തിമയും കൂടിയിട്ട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി നബി തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വജദനാഹു യബ്കി, അള്ളാഹുവിന്റെ റസൂൽ ഇരുന്നിട്ട് തേങ്ങി കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഇത് കണ്ടപ്പോ കാലത്ത് ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ ചോദിച്ചു, മാ ഹാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമ ബി ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ ലമ്മാ ഉസ്രിയ ബി റഅയ്തു നിസാഅ മിൻ ഉമ്മത്തി യുഅദ്ദബന ബി അൻവാഇ മിനൽ അദാബ്. ഇസ്രായേലിന്റെ രാത്രിയിൽ ഞാൻ യാത്രയാനം ചെയ്യപ്പെട്ടപ്പോ ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ, എൻ്റെ സമുദായത്തിലെ കുറെ സ്ത്രീകളെ വളരെ ഗുരുതരമായ, വളരെ നിന്ദ്യമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കണ്ടു ഫാത്തിമ. അത് ഓർത്തപ്പോ ഞാനങ്ങ് കരഞ്ഞു പോയതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്താണ് നബിയെ താങ്കൾ എന്താണ് ആ പെണ്ണുങ്ങൾക്ക് കണ്ടത്? അതിൽ ഒന്ന് മാത്രം പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ തലമുടിയിലാണ് അവളെ നരകത്തിൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നത്. ആ പെണ്ണിന്റെ തലമുടിയിലാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യഗ്ലാ ദിമാഉഹ, എന്നിട്ട് ആ നരകത്തിന്റെ ചൂട് കൊണ്ട് അവിടെ തലച്ചോറ് തിളച്ചു മറിയുകയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു ഫാത്തിമ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരാണ് ഈ പെണ്ണ്? അള്ളാഹുവിന്റെ റസൂൽ മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ ഹബീബി വ ഖുർറതൈനി മാ കാന അഅ്മാലു ഹൗലാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണിന്റെ കുളിർമയായ നബിയെ, എന്താണ് ഈ പെണ്ണുങ്ങൾ ചെയ്ത തെറ്റ്? എന്ത് തെറ്റിന്റെ പേരിലാണ് ഈ പെണ്ണിനെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീ തഖ്റുജു മിൻ ബൈതിഹാ, ആ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവളാണ് മഖ്സൂഫത്തർ റഅസി, തല തുറന്നിട്ടവളായിട്ട്, തല മറക്കാതെ. ഇതാണ് അവൾ ചെയ്ത തെറ്റ്. നിസ്കരിക്കുന്നുണ്ടാവാം, നോമ്പ് നോൽക്കുന്നുണ്ടാവാം, ബാക്കി എല്ലാ അമലുണ്ടാവാം, തല മറക്കൂല. ഇത് ചെറിയ തെറ്റല്ല, വലിയ ഗുരുതരമായ തെറ്റാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊക്കെ പഠിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിൽ നടപ്പിലാക്കേണ്ടതുമാണ്. ഇത് തടയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ, ഭർത്താവ് എന്ന് പറയുന്ന പുരുഷനോ അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്ന പുരുഷനോ പൂർണ്ണമായും അതിന്റെ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് കാണാം, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 കൂട്ടക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അവർ നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ഒന്നും സ്വർഗത്തിൽ അവർ കടക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ 3 കൂട്ടക്കാര് വലാ യജിദൂന റീഹാ, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതിൽ 3 കൂട്ടരിൽ ഒന്നാമത്തെ വിഭാഗം അർറജുലത്തു മിനൻ നിസാ, ആണിന്റെ വേഷത്തിൽ നടക്കുന്ന പെണ്ണ്, ആണായി നടക്കുന്ന പെണ്ണ്. ആ പെണ്ണ് നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ട പെണ്ണാണ്, മഹാഭാവിയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. രണ്ടാമതായിട്ട് റസൂലുള്ള പറഞ്ഞു, വാ മുദ്മിനുൽ ഖംരി, മദ്യപാനം ശീലമാക്കിയവൻ, ലഹരിക്ക് അടിമപ്പെട്ടവൻ, എന്നും മദ്യപിക്കുന്നവൻ, അവനും നരകം നിർബന്ധമായവനാണ്. മൂന്നാമതായിട്ട് റസൂലുള്ള പറഞ്ഞു, നമ്മളിപ്പോ കൂട്ടരൊന്നും നമ്മൾ ആരും ഈ പറഞ്ഞ രണ്ടിലും പെട്ടിട്ടില്ലല്ലോ. മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വദ്ദുയൂത്ത്, മൂന്നാമത്തെ നരകപാപി അദ്ദുയൂത്ത്, അവൻ ദുയൂസാണ് എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് തിരിഞ്ഞില്ല. അറബിയാണെങ്കിലും നബി പറയുന്ന അറബി എല്ലാവർക്കും തിരിയൂല. അള്ളാഹുവിന്റെ റസൂലിനോട് കാലു വമദ്ദുയൂസ് യാ റസൂലല്ലാഹ്, ആരാണ് ഈ ദുയൂസ്? എന്താണ് ദുയൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലദീ യുഖിറുൽ ഖബസ ഫീ അഹ്ലിഹി, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നവനാണ്, അതിനോട് പ്രതികരിക്കാത്തവനാണ്, അത് തടയാത്തവനാണ് തുയൂസ്, അവന് നരക നിർബന്ധമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തെ അംഫുസക്കും അഹ്ലീക്കും നാറ, നമുക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബക്കാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കൊക്കെയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന തോന്നിയാസങ്ങള് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അത് പറഞ്ഞാൽ നടക്കൂല ഉസ്താദേ, നമ്മെന്താ ചെയ്യുക, കാലം അങ്ങനെ ആയില്ലേ, കാലത്തിന്റെ കുറ്റമല്ല നമ്മുടെ കുറ്റമാണ് എന്ന് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടെങ്കിൽ ഇല്ലെങ്കിൽ നരകം നമുക്ക് നിർബന്ധമാകും എന്ന ബോധം നമുക്കുണ്ടാവേണ്ടതാണ്. അള്ളാഹു നമ്മളെയൊക്കെ നരകശിക്ഷയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു താല അവന്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന മൂമിനുകളിലും മൂമിനാത്തുകളിലും ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിൻ്റെ പേരിൽ സംഭവിക്കാനിടയുള്ള എല്ലാ അദാബുകളെ തൊട്ടും ഈ സമുദായത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.